Mesmerizing wedding collection. Tejaswini by Chungat Jewelry. വിദേശ നിർമ്മിത കണ്ണടകൾ 250 രൂപ മുതൽ 1 വർഷത്തെ വാറന്റിയോടെ ഇനി കണ്ണു തുറക്കാം കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക്. ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ, അങ്കമാലി. ഇടശ്ശേരി ജ്വല്ലറി, കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി, കാലടി. WHO സംഘടിപ്പിച്ച സെമിനാറിൽ പങ്കെടുത്ത് മടങ്ങിയെത്തിയ സിയാക്സ് പ്രതിനിധികൾക്ക് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ സ്വീകരണം നൽകി. ശ്രവണ വൈകല്യം പരിഹരിക്കാൻ കോക്ലിയർ ഇംപ്ലാന്റിംഗ് സർജറിക്ക് വിധേയരായവരുടെയും അവരുടെ രക്ഷിതാക്കളുടെയും സംഘടനയാണ് സിയാക്സ്. ശ്രവണ വൈകല്യം നിരവധി പേർ അനുഭവിക്കുന്ന ഒരു വെല്ലുവിളിയാണ്. തീവ്ര ശ്രവണ വൈകല്യമുണ്ടായാൽ അത്തരക്കാർക്ക് ശബ്ദം എന്നതു തന്നെ അന്യമാകും. ഈ പ്രതിസന്ധിക്ക് ആധുനിക വൈദ്യശാസ്ത്രം കണ്ടെത്തിയ പ്രതിവിധിയാണ് കോക്ലിയർ ഇംപ്ലാന്റേഷൻ സർജറി. കേരളത്തിൽ ഇതിനകം തന്നെ 2500ഓളം പേർ കോക്ലിയർ ഇംപ്ലാന്റേഷൻ നടത്തിയിട്ടുണ്ട്. ഡിവൈസുകളുടെ തകരാറുകളും കമ്പനികൾ ചില മോഡൽ മെഷീനുകൾ നിർത്തലാക്കുന്നതും കോക്ലിയർ ഇംപ്ലാന്റേഷൻ സർജറി കഴിഞ്ഞവർ നേരിടുന്ന വെല്ലുവിളിയാണ്. ഇതിനൊരു പരിഹാരം തേടുകയാണ് സർജറി കഴിഞ്ഞവരും അവരുടെ രക്ഷിതാക്കളും അടങ്ങിയ കോക്ലിയർ ഇംപ്ലാന്റീസ് അസോസിയേഷൻ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി. സിയാക്സിന്റെ ശ്രമഫലമായി സർജറിക്ക് വിധേയരായ 600ഓളം കുട്ടികളുടെ മെഷീനുകൾ അതാത് കമ്പനികൾ അപ്ഗ്രേഡ് ചെയ്തു കഴിഞ്ഞു. ലോകാരോഗ്യ സംഘടന ഡൽഹിയിൽ സംഘടിപ്പിച്ച നാഷണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് വർക്ക്ഷോപ്പ് ഫോർ ഇയർ ആൻഡ് ഹിയറിംഗ് കെയർ കോൺഫറൻസിൽ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്തു. കോൺഫറൻസിൽ പങ്കെടുക്കാൻ ഇന്ത്യയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 3 സർക്കാർ ഇതര സംഘടനകളിൽ ഒന്നായിരുന്നു സിയാക്സ്. സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് NK നവാസും കേരളത്തിൽ കുട്ടികളിൽ ആദ്യം സർജറിക്ക് വിധേയയായ ഫിദ ഫെബിനും കോൺഫറൻസിൽ പങ്കെടുത്തു. കേൾവി പരിമിതരും കോക്ലിയർ ഇംപ്ലാന്റേഷൻ സർജറി കഴിഞ്ഞവരും നേരിടുന്ന നിരവധി വിഷയങ്ങൾ കോൺഫറൻസിൽ ചർച്ച ചെയ്തതായി NK നവാസ് ഇടത്തിണ്ണയിലും ഫിദ ഫെബിനും പറഞ്ഞു. ഇന്നലെ ഡൽഹിയിൽ സംഘടിപ്പിച്ച നാഷണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് വർക്ക്ഷോപ്പ് ഫോർ ഇയർ ആൻഡ് ഹിയറിംഗ് കെയർ എന്ന പ്രോഗ്രാമിൽ കോക്ലിയർ ഇംപ്ലാന്റീസ് അസോസിയേഷൻ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയെ പ്രതിനിധീകരിച്ച് ഞാനും ഫിദയും ഇന്നലെ ആ പ്രോഗ്രാമിൽ പങ്കെടുത്തിരുന്നു. നമുക്ക് കോക്ലിയർ ഇംപ്ലാന്റ് സർജറി കഴിഞ്ഞ കുട്ടികളും അവരുടെ രക്ഷിതാക്കളും നേരിടുന്ന പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ സമൂഹത്തിൽ കേൾവി പരിമിതരുടെ വിഷയങ്ങളും ഒക്കെ ഇന്നലെ വളരെ വിശദമായി അവിടെ ചർച്ച ചെയ്യുകയുണ്ടായി. ആ ചർച്ചയിൽ കോക്ലിയർ ഇംപ്ലാന്റ് കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങളെ നമുക്ക് അതിൻ്റെ ശരിയായ രീതിയിൽ അഡ്രസ്സ് ചെയ്യാൻ സാധിച്ചു. അവിടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ പ്രതിനിധികളും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പ്രതിനിധികളും അതോടൊപ്പം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെ സർക്കാർ പ്രതിനിധികളും അവർ പങ്കെടുക്കുകയുണ്ടായി. അതിൽ കേരളത്തിൽ നിന്ന് നമ്മളെ സിയാക്സിനെ മാത്രമാണ് സെലക്ട് ചെയ്തത്. അതോടൊപ്പം ഇന്ത്യയിൽ മൊത്തത്തിൽ 3 NGOസിന് മാത്രമേ ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് നമ്മുടെ വിഷയങ്ങൾ അവതരിപ്പിക്കാൻ ലഭിച്ച അവസരം പരമാവധി വിനിയോഗിക്കാൻ സാധിച്ചു എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ നിർദ്ദേശങ്ങൾ, റെക്കമെൻഡേഷൻസൊക്കെ WHO ഇന്ത്യ ഗവൺമെൻറ് വഴി സംസ്ഥാന സർക്കാരുകളിലേക്ക് അയച്ചിട്ട് അതിൻ്റെ പരിഹാര മാർഗങ്ങൾ ഉണ്ടാക്കിയെടുക്കും എന്നാണ് നമ്മളിതിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. സിയാക്സിന്റെ പ്രവർത്തന ഫലമായി സർജറി നടത്തിയ കുട്ടികളും അവരുടെ രക്ഷിതാക്കളും നേരിടുന്ന പ്രയാസങ്ങളിലും ചൂഷണങ്ങളിലും സർക്കാർ ഇടപെടലുകൾ ഉണ്ടായതായി സെക്രട്ടറി PR ബിജു അവന്തിക പറഞ്ഞു. തീവ്ര ശ്രവണ വൈകല്യത്തിൽ അതിജീവിക്കാനായിട്ട് സാധാരണ ഹിയറിംഗ് എയ്ഡുകൾ കൊണ്ട് സാധ്യമാകാത്ത സമയത്ത് നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ ഏറ്റവും നല്ലൊരു സഹായമാണ് കോക്ലിയർ ഇംപ്ലാന്റേഷൻ സർജറി. ഇത്തരത്തിൽ സർജറി കഴിഞ്ഞ് 2500-ലധികം ആളുകൾ കേരളത്തിലുണ്ട്. കേരളത്തിൽ ഫിദ നോക്കുന്നത് കേരളത്തിൽ കുട്ടികളിൽ ആദ്യം സർജറി കഴിഞ്ഞ ഫിദ ഞങ്ങളോടൊപ്പം ഉണ്ട്. 2002-ലാണ് ഫിദയ്ക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ സർജറി കഴിഞ്ഞത്. കോക്ലിയർ ഇംപ്ലാന്റ് സർജറിക്ക് ശേഷം ഇവർ ഉപയോഗിക്കുന്ന ഡിവൈസുകൾ നിശ്ചിത കാലയളവിൽ കമ്പനികൾ അവരുടെ മോഡൽ അപ്ഗ്രഡേഷൻ്റെ ടെക്നോളജി അപ്ഗ്രഡേഷൻ്റെ ഭാഗമായിട്ട് നിർത്തലാക്കുകയും നമ്മൾ പുതിയത് വാങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു കുട്ടിക്ക് കേൾവി ലഭ്യമാക്കുകയും ആ കുട്ടിക്ക് വേണ്ടത്ര സംസാര പരിശീലനം എല്ലാം കൊടുത്ത് അവരെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അവർ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ് അവരുടെ മെഷീൻ തകരാറ് മൂലം അവർക്ക് കേൾക്കാതാവുക. അതുപോലെ തന്നെ കമ്പനികളുടെ മെഷീൻ അപ്ഗ്രഡേഷൻ്റെ ഭാഗമായിക്കൊണ്ട് അവർ കേൾവിയിൽ നിന്നും പുറത്താകുന്നൊരവസ്ഥ. ഇത്തരം സാഹചര്യത്തിൽ കേരളത്തിലെ 2500ഓളം കുട്ടികളെയും കുടുംബങ്ങളെയും പ്രതിനിധാനം ചെയ്തുകൊണ്ട്
ഇത്തരത്തിൽ സർജറി കഴിഞ്ഞ കുട്ടികളുടെ രക്ഷിതാക്കളായിട്ടുള്ള ഞങ്ങൾ കുറച്ച് പേർ ചേർന്ന് രൂപീകരിച്ച ഞങ്ങളുടെ സംഘടന സിയാക്സ്, കോക്ലിയർ ഇംപ്ലാന്റീസ് അസോസിയേഷൻ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി, കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ സർക്കാരുമായിട്ട് സംവദിക്കുകയും ഞങ്ങളുടെ പ്രശ്നങ്ങൾ കേരള സർക്കാർ ഏറ്റെടുക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് 2018 കുട്ടികളുടെ മെഷീൻ കമ്പനികൾ നിർത്തലാക്കിയ മോഡലായിട്ടുള്ള സ്പ്രിൻ്റ് മോഡലിനെ ഫ്രീഡം CP808 അപ്ഗ്രേഡ് ചെയ്യുകയുണ്ടായി. ഇപ്പോൾ നിലവിൽ 600ഓളം കുട്ടികളുടെ മെഷീൻ അപ്ഗ്രഡേഷനിൽ എത്തി നിൽക്കുന്നു. ഈ വിഷയങ്ങളിൽ സർക്കാരിൻ്റെ അനുഭാവപൂർവ്വമായുള്ള ഒരു നിലപാടിലേക്ക് എത്തിക്കുവാൻ സംഘടനാ പ്രവർത്തനങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് ഭിന്നശേഷി സംഘടനകളിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായിക്കൊണ്ട് കൃത്യമായ പാതയിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് കേരളത്തിൽ നിന്നും ഇപ്പോൾ WHO ദേശീയ തലത്തിൽ സംഘടിപ്പിച്ച ഈ ഒരു സെമിനാറിലേക്ക് സിയാക്സിന് ക്ഷണം ലഭിക്കുകയും ഞങ്ങൾക്ക് തീർത്തും വിശ്വാസമുള്ള ഞങ്ങളുടെ 2 പ്രതിനിധികളായിട്ടുള്ള ഫിദയും നവാസ്കയും, അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റ് കൂടിയാണ്, സംസ്ഥാന പ്രസിഡൻ്റായിട്ടുള്ള നവാസ്കയും ഫിദയും ഞങ്ങൾ ആ പ്രോഗ്രാമിലേക്ക് അയക്കുകയും ഓരോ പ്രോഗ്രാം ഈ കുഞ്ഞുങ്ങൾക്കും വരും തലമുറയ്ക്ക് ഉപകാരപ്പെടുന്ന തരത്തിൽ തന്നെ പ്രയോജനപ്പെടുത്തുന്ന ഇടപെടലുകൾ നടത്തിക്കൊണ്ടാണ് അവർ തിരിച്ചെത്തിയിരിക്കുന്നത്. ഈ ഒരു അവസരത്തിൽ വളരെ തിരക്കുകളും വളരെ ബുദ്ധിമുട്ടുകളും എല്ലാം നേരിടുന്ന സാഹചര്യത്തിലും ഫിദയോടൊപ്പം തന്നെ ഫിദയുടെ ഫാമിലിയും പോയി, അതുപോലെ തന്നെ 2 ദിവസത്തെ ജോലി എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഈ നോമ്പ് സമയത്ത് നോമ്പ് സ്വീകരിച്ചുകൊണ്ടാണ് ഇവരെല്ലാം ഈ യാത്രകളെല്ലാം ചെയ്തുകൊണ്ട് ഈ മക്കൾക്ക് വേണ്ടി ഈ പ്രവർത്തനങ്ങളിൽ എത്തിയത്. അപ്പോൾ ഇവരുടെ പ്രാർത്ഥനയും അതുപോലെ ഞങ്ങളെല്ലാം പ്രതീക്ഷിച്ച് നിൽക്കുന്ന കുടുംബങ്ങളുടെ എല്ലാം പ്രാർത്ഥനയും എല്ലാം ഉള്ളതുകൊണ്ട് ഞങ്ങളുടെ പ്രയാണം വിജയത്തിലേക്ക് എത്തും എന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നടന്ന സ്വീകരണ പരിപാടിയിൽ സിയാക്സ് സംസ്ഥാന സമിതി അംഗം അനീഷ് ചന്ദ്രൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് ഇല്യാസ്, സിയാൽ സ്റ്റാഫ് അസോസിയേഷൻ ഭാരവാഹികളായ ബിജു പൂവേലി, KJ ഷൈജു, അഫ്സൽ തുടങ്ങിയവരും പങ്കെടുത്തു. കോക്ലിയർ ഇംപ്ലാന്റേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ നവാസ്, സിയാലിലെ തന്നെ ഫയർ ഡിപ്പാർട്ട്മെൻറ്റിലെ സീനിയർ സൂപ്രണ്ടൻറ്റും അതുപോലെ തന്നെ സിയാൽ സ്റ്റാഫ് അസോസിയേഷൻ INTUC യൂണിയൻ്റെ സെക്രട്ടറിയുമാണ്. അദ്ദേഹം ഈ തരത്തിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളിൽ വളരെ വലിയ മനസ്കതയോടെയാണ് അദ്ദേഹം പെരുമാറുന്നത്, പ്രവർത്തിക്കുന്നത്. അദ്ദേഹത്തിന് സിയാൽ സ്റ്റാഫ്, അത് മാത്രമല്ല സിയാലിൻ്റെ ഭാഗത്തു നിന്നും അദ്ദേഹത്തിന് എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഈ തരത്തിലുള്ള സ്വീകരണം കൊടുക്കാൻ അവസരം ലഭിച്ചതിൽ ഞങ്ങൾ വളരെ സന്തോഷവാനാണ്. ഇനിയും തുടർന്നുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന് എല്ലാ തരത്തിലുള്ള സപ്പോർട്ട് ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നു ഉറപ്പ് നൽകുന്നു. നന്ദി, നമസ്കാരം. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന്. 70 വർഷത്തെ പാരമ്പര്യല്ലേ? MV ചാക്കോ ജുവല്ലേഴ്സ്, അങ്കമാലി.